രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായിട്ടുണ്ട് എന്ന വാദം ശക്തമായ രീതിയിൽ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കന്മാരും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം പലയിടങ്ങളിലായത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഇടതുപക്ഷത്തെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുമെന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ രീതികളിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു ചരിത്രമാണ് 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു നേതാവിനെ വീണ്ടും പാർട്ടി സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും നിലനിർത്തി പോകുന്നത്. പിണറായി വിജയന് മാത്രമായ ഒരു ആനുകൂല്യം നൽകുന്നു. അതിന് പ്രധാന കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ ഏക മുഖ്യമന്ത്രി എന്ന ഒരു പദവിയാണ്. കൂടാതെ പിണറായി വിജയന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള വികസന നേട്ടങ്ങളുടെ പുറത്തായിരിക്കും മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തുക എന്ന വാദം കൂടിയാണ്. അതായത് ഇടതുപക്ഷം ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേറുമെന്ന്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ത് എന്നുള്ളത് അവർ പിന്നീട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായി മുൻപോട്ട് വയ്ക്കുന്ന കാര്യം വികസനമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ വികസനം കേരളത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുമെന്ന വാദം ശക്തമായ രീതിയിൽ അവർ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. മൂന്നാം തവണയും പിണറായി സർക്കാർ തന്നെ അധികാരത്തിലേറുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോട് ഇത്തരത്തിൽ പറഞ്ഞാൽ മാത്രം പോരാ, ചില പ്രധാന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി. മൂന്നാം പിണറായി സർക്കാർ എന്ന ഉറപ്പിച്ച CPM മുൻപോട്ട് പോകുന്നതിനിടെ LDF-ന് മൂന്നാം ഊഴത്തിനുള്ള സാധ്യത രൂപപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് തുറന്നു പറഞ്ഞു CPM പോളിറ്റ് ബ്യൂറോ അംഗം. പിണറായി 3.0 ലോഡഡ് എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരണം നടത്തുകയും നേതാക്കളും മന്ത്രിമാരുമെല്ലാം മൂന്നാം പിണറായി സർക്കാർ ഉറപ്പ് എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ബേബിയുടെ തുറന്നു പറച്ചിൽ. അതായത് ബേബി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. തുടർഭരണം നേടണമെങ്കിൽ അമിത ആത്മവിശ്വാസം മാത്രം പോരെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നുമാണ് ബേബി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. 1ഉം 2ഉം LDF സർക്കാരുകൾ പശ്ചാത്തല സൗകര്യം വികസനത്തിൽ സൃഷ്ടിച്ച കുതിച്ചുചാട്ടമാണ് വീണ്ടും ഒരു തുടർഭരണത്തിന് സാധ്യത ഒരുക്കുന്നതെന്ന് ബേബി വിശദീകരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ശേഷിക്കുകയാണ്. അതായത് ഇനിയും ഉണ്ട് ദിവസങ്ങൾ. 1995 നിന്ന് വ്യത്യസ്തമായി LDF തുടർഭരണം നേടിയെടുത്ത പശ്ചാത്തലമാണ് 1 വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് മൂന്നാം ഊഴത്തിനുള്ള സാധ്യതയും രൂപപ്പെടുന്നു വരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വികസന പ്രവർത്തനങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് സാധ്യമല്ലെന്ന് സ്വയം സമ്മതിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി തുറന്ന ഓഫീസ് അടച്ചുപൂട്ടിപ്പോയ സ്ഥാനത്താണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ റീച്ചുകളിലും അതിദ്രുതം നിർമ്മാണം നടക്കുന്നത്. അത് കേന്ദ്ര പദ്ധതിയാണ്. അത് നടപ്പാക്കാനുള്ളതൊന്നും UDF സർക്കാർ ചെയ്തില്ല, അത് പിണറായി സർക്കാർ ചെയ്തു എന്നുള്ളതാണ് ഇടതുപക്ഷവാദം. സ്ഥലമേറ്റെടുക്കലിന്റെ മുഴുവൻ ചെലവും കേന്ദ്രമാണ് വഹിക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ തങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. സ്ഥലമേറ്റെടുക്കലിന്റെ 4-ൽ നിന്ന് സംസ്ഥാനം വഹിച്ചാണ് ദേശീയപാത 66 വികസനം പൂർത്തിയാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപിതമായി പ്രവർത്തിച്ചാണ് ഇത് സാധ്യമായത്. ഇതാണ് ഭരണമെന്നും ബേബി ചൂണ്ടിക്കാട്ടുന്നു. അവിടെയും ഇവിടെ ആളുകളെ പിടിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കുകയാണ്. 18 മാസം കുടിശ്ശിക വന്നപ്പോൾ അനങ്ങാത്തവരാണ് ഇപ്പോൾ ബഹളമുണ്ടാക്കുന്നത്. കനകോലുമാരെ കൊണ്ടുവന്ന CPM-നെയും LDF-നെയും ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് എന്നും അദ്ദേഹം വാദമുയർത്തുന്നു. ഇതിനെല്ലാം എങ്ങനെ നേരിടണമെന്ന ഗൗരവമായി ചർച്ച ചെയ്യുക തന്നെ വേണമെന്നും അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട്. 95-ലെ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ UDF-നെ തറപറ്റിച്ച LDF അധികാരത്തിൽ വന്നു. അതുപോലെ ഒരിക്കൽ കൂടി തുടർഭരണം ഉറപ്പാക്കാനുള്ള എന്ന കാഴ്ചപ്പാട് പാർട്ടിയും തുടർന്ന് LDF-ഉം ചർച്ച ചെയ്യുന്നതിൽ കൊല്ലം സംസ്ഥാന സമ്മേളനം പ്രധാന പങ്ക് വഹിക്കും. പുതിയ കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള രേഖ അവതരിപ്പിച്ചിരുന്നു. അതിനെ കാലോചിതമാക്കുന്ന ചർച്ച ഈ സമ്മേളനത്തിൽ നടക്കും. ഇങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നതെന്നും ബേബി ചൂണ്ടിക്കാട്ടി. കൊല്ലത്ത് ആദ്യം CPM സംസ്ഥാന സമ്മേളനം നടന്നത് 1971-ലാണ്. പിന്നീട് 95-ൽ നടന്നു. 71-ൽ നടക്കുമ്പോൾ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി സർക്കാർ സ്വേച്ഛാധിപത്യപരമായ നടപടികളിലൂടെ നീങ്ങുന്ന കാലമായിരുന്നു. 95-ൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു.
CPM-നെ ഒറ്റപ്പെടുത്തി കോൺഗ്രസും CPI-യും ലീഗുമെല്ലാം ചേർന്നുള്ള മുന്നണിയാണ് 71-ൽ കേരളം ഭരിച്ചിരുന്നത്. 95-ലും കേരളത്തിൽ UDF ഭരണമായിരുന്നു. 95-ലെ CPM സംസ്ഥാന സമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിരത്താൻ ശക്തമായി തീരുമാനിച്ചു. അങ്ങനെ 96-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം നേടി 1 വർഷത്തിനുള്ളിൽ നായനാർ സർക്കാർ അധികാരത്തിൽ വന്നു. ഇപ്പോഴും തുടർഭരണത്തിന് എല്ലാ സാഹചര്യവും ഉണ്ടെന്നും ബേബി ചൂണ്ടിക്കാട്ടി. ആ തുടർഭരണ സാധ്യത എന്തെന്നാൽ വികസനത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. എന്നാൽ അതിനെ മറികടക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങൾ നിരത്തുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ പക്കൽ നിന്നുണ്ടായാൽ 2026-ൽ വീണ്ടും പിണറായി സർക്കാർ തന്നെ കേരളം ഭരിക്കുമെന്ന സോഷ്യൽ മീഡിയയിലൂടെ ഹാഷ്ടാഗിലൂടെ പറഞ്ഞു വെക്കുവാൻ കഴിയുന്നത് മാത്രമാണോ എന്നും കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. സംസ്ഥാന സമ്മേളനത്തിൽ MA ബേബി പറഞ്ഞതുപോലെ 3ാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേറാൻ സാധ്യതയുണ്ടോ? ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.